പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുളിയിഞ്ചി ഇല്ലാതെ എന്തോണം അല്ലേ? ഇതെങ്ങനെ ഉണ്ടാക്കണത് നമുക്കൊന്ന് കണ്ടാലോ. കറുത്ത പുളിയാണ് പുളിയിഞ്ചിക്ക് ഏറ്റവും നല്ലത്. എന്നാൽ കുറച്ച് കളറും കിട്ടും. മറ്റേത് ബ്രൗൺ നിറാവുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ല കാണാൻ. ആദ്യം കുറച്ച് നേരം വെള്ളത്തിലിടണം ഈ പുളി. ഞാൻ ഇത്രയും പുളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമുക്കിത് പുളിയിഞ്ചി പിഴിഞ്ഞ് നമുക്ക് നോക്കാം. പുളിയിഞ്ചി തയ്യാറാക്കിയാലോ. ഇതുണ്ടാക്കാൻ നല്ലൊരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞിടാം. പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചണ്ടിയാണിത്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞ് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളക് നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ഇടാം. അതിലേക്ക് ഒരു ഇത്ര പോന്ന ഇഞ്ചിയും ഒരു 3 പച്ചമുളക് മതി. ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് അതിലേക്ക് ഇടാം. ഇതിലേക്ക് ഇടാനുള്ള ശർക്കര ആട്ടത് മാവേലിയിൽ നിന്ന് കിട്ടിയ ശർക്കരയാണിത്. കണ്ടോ, ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് കുറുകി വരട്ടെ. അപ്പോഴേക്ക് നമുക്കിതിലേക്ക് വേണ്ട ഉഴുന്നും എള്ളും വറുത്തെടുക്കാം. ഇത് എത്ര ഉഴുന്ന് നമുക്ക് വറുക്കാനെടുക്കാം. ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എള്ളും കൂടെ വറുത്തെടുക്കാം. ഇത്ര എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എള്ളും ഉഴുന്നും ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ പുളിയിഞ്ചി എന്തായി നോക്കാമല്ലോ. നമ്മുടെ പുളിയിഞ്ചി നന്നായി വെന്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറുകി വരുന്നുണ്ട്. ഉഴുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തന്നെ ഈ ചൂടാക്കിയ എള്ള് ഇട്ട് കൊടുക്കാം. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതാ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച ആ ഉഴുന്നും എള്ളും പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടാം. അതിലേക്ക് നമുക്ക് വറവിടാൻ കടുകും ചുവന്നമുളകും ഉപയോഗിക്കാം. ഈ ആവശ്യമായ കടുക് ഇടുക. 2 ചുവന്നമുളകും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആരും എൻ്റെ വീഡിയോ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. പുതിയൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. Bye.